അമ്മയും അച്ഛനും ഒക്കെ ഈശ്വര വിശ്വാസികളായിരുന്നു. വീട്ടില് സന്ധ്യാനാമമൊക്കെ ചൊല്ലാറ് പതിവുണ്ടായിരുന്നു. ഈശ്വര വിശ്വാസികളും വലിയ തോതിലുള്ള ഈ അന്നത്തെ കാലത്ത് ഭൂതപ്രേത കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള കാലമാണ്. അതെ അതെ. അപ്പോൾ അതിനൊക്കെ വല്ലാതെ വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വാസങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. അച്ഛനും വിശ്വാസി തന്നെയാണ്, പക്ഷേ അത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് ഏറ്റവും സന്തോഷകരവും സങ്കടകരവുമായ ചില സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങേക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവയൊക്കെ അങ്ങയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? അതിൽ വലിയ തണലായിട്ട് അമ്മ തന്നെയാണ് ഉണ്ടായത് എല്ലാ കാര്യത്തിലും. സാധാരണ നിലക്ക് നല്ല കരുതലോടെ എന്നെ വളർത്തുന്നതിൽ അമ്മ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിന് അന്നത്തെ കാലം എല്ലാവരും പഠിക്കുന്ന കാലം, എല്ലാവരും പിന്നെ പഠനം തുടരണമെന്നും ആഗ്രഹിക്കുന്ന കാലമല്ല. ഒരു 5ാം തരം ആവുമ്പോൾ പഠനം അവസാനിപ്പിക്കുക. അന്ന് നാട്ടിൽ ധാരാളം ഉള്ളത് ബീഡി കെട്ടാണ്. ബീഡി തൊഴിലിന് പോവാം, ബീഡി കെട്ടാൻ പോകും. കുട്ടികൾ പോയിട്ട് ബീഡി ഇങ്ങനെ കെട്ടിക്കൊടുക്കും, നൂല് കെട്ടി. അതിന് പിന്നെ ഈ ചെന്ന ആൾക്കാർ പറഞ്ഞ് കുട്ടി പഠിക്കട്ടെ. അപ്പോൾ അതറിഞ്ഞിട്ട് സ്കൂളിലെ പ്രധാന അധ്യാപകനും മാനേജറുമായിട്ടുള്ള അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അവനെ ഇപ്പം അതിനൊന്നും വിടരുത്, നിങ്ങൾ പഠിപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് LP സ്കൂൾ കഴിഞ്ഞിട്ട് UP സ്കൂളിൽ ചേരുന്നത്. UP സ്കൂളിൽ ചേർന്നപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ടായി. അവിടെ ഒരു മലയാളം അധ്യാപകൻ, മലയാളം വിദ്വാൻ, മുൻഷി എന്നാണ് നമ്മൾ സാധാരണ പറയുക, മുൻഷി മാഷ്. അദ്ദേഹം എന്നോടൊരു ദിവസം ചോദിച്ചു, നിൻ്റെ നക്ഷത്രത്താ? അപ്പോൾ അന്ന് എനിക്കറിയാവുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതായിരിക്കില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്, നിൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അമ്മ ചെന്നു. അപ്പോൾ അത് തന്നെ ഒരു നാട്ടിൽ വാർത്തയായി, മുൻഷി മാഷ് അമ്മയെ വിളിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത. അങ്ങനെ ചെന്നപ്പോൾ എപ്പോഴായിരുന്നു പ്രസവിച്ചത്, ഏതാ സമയം എന്നൊക്കെ ചോദിച്ചു. ആ കാലത്ത് നിന്ന് വലിയ കൃത്യതയില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് എന്ന് മാത്രമേ അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നക്ഷത്രം ഉച്ചയോടുകൂടി അവസാനിച്ചിരിക്കുന്നു, പിന്നെ പുതിയ നക്ഷത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഇവൻ്റെ നക്ഷത്രം, ഞാൻ ജാതകം എഴുതിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതുന്ന ജാതകം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ദീർഘകാലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടം വരെ പഠിപ്പിക്കണം, തോറ്റാൽ നിർത്തിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഠനം തുറന്നു പോകുന്നതിന് ഇടയാകുന്നത്. ESLC ഉണ്ടായിരുന്നു. 8ാം തരത്തിൽ ESLC എന്ന് പറയുന്നൊരു പബ്ലിക് എക്സാമിനേഷൻ. അതിൽ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു അവിടുന്ന് പാസ്സായത്. പഠനത്തിന് പിന്നെ മറ്റ് പിന്തുണയൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ വായിക്കുന്നെങ്കിൽ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ സഹായമില്ല, അയൽവക്കങ്ങളിലും സഹായം കിട്ടാനില്ല. കാരണം ആരും അങ്ങനെ പഠനമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്നത്തെ സമൂഹത്തിനെ പോലെയല്ലാരും. അതിലൊക്കെ പക്ഷേ വലിയ സ്നേഹസമ്പന്നരാണ് എല്ലാവരും, എല്ലാ കാര്യങ്ങളിലും നല്ല സ്നേഹമാണ്. അതാണ് അതിൻ്റെ